പ്രിയപ്പെട്ടവരെ, ഇത് നാദാപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ചരിത്ര മുഹൂർത്തമാണ്. നെഹ്റു കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ജനാധിപത്യ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ സൂര്യ തേജസ്, നമ്മളേവരും ഏറെ നേരമായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന രാഹുൽ ജീത നാദാപുരത്തിന്റെ ചരിത്രഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. Ladies and gentlemen, dear friends, this is truly a proud and historic moment for all of us in Nadapuram. Yes, our beloved leader Rahulji has set foot on the historic soil of Nadapuram for the very first time. നാദാപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു കുടുംബത്തിന്റെ പ്രിയ പുത്രനിത നാദാപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചരിത്രവും വർത്തമാനവും കൈകോർക്കുന്ന നാദാപുരത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി വികസന മുരടിപ്പിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന നാദാപുരത്തിന്റെ മാറ്റത്തിന് നാന്ദി കുറിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ സാരഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയുടെ കാവൽഭടൻ നരേന്ദ്രമോദി ഇന്ത്യൻ ഗ്രാമവീഥികളിൽ തുടങ്ങിയ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയും ആവേശവുമായ രാഹുൽ ജീത നാദാപുരത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. Guardian, and he became a hope to the helpless and marginalized people across India. Our leader Rahul ji has set foot on the soil of Nadapuram. Abhivadyakal, Abhivadyakal. പ്രിയപ്പെട്ടവരെ, ഷാഫിയാണ്, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ ബാരിക്കേഡ് നിങ്ങൾ ഇങ്ങനെ തള്ളി നിന്നാൽ അദ്ദേഹം വരുമ്പോൾ അപകടങ്ങൾ സംഭവിക്കും. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാനായി വന്നതാ. ആ പ്രോഗ്രാം നടക്കാതെ പോകും. എന്റെ അഭ്യർത്ഥനയാണ് നിങ്ങളോട്, ഒരു സ്റ്റെപ്പ് നിങ്ങൾ പുറകിലേക്ക് നിൽക്കണം. എല്ലാവരും ഒരു സ്റ്റെപ്പ് നിങ്ങൾ പുറകിലേക്ക് നിൽക്കണം. എല്ലാവരോട് ബാരിക്കേഡിന് കൈയെടുക്കണം. ബാരിക്കേഡിന് കൈയെടുത്തിട്ട് ഒരു സ്റ്റെപ്പ്. ഈ വശത്ത് നിൽക്കുന്ന ആളുകൾ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക്. അദ്ദേഹത്തിന് ഇവിടെ കയറാൻ കഴിയുന്നില്ല. പ്ലീസ് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക്. നമ്മൾ നിയന്ത്രിക്കാൻ നാദാപുരത്തിന്റെ മണ്ണിൽ ഈ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. കുറ്റ്യാടി നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുമെന്ന കാര്യം സംശയം വേണ്ട. ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് എല്ലാവരും. സ്വമേധയാ എല്ലാവരും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക്. വണ്ടികൾ വരാൻ കഴിയുന്നില്ല. ഒന്ന് പുറകിലേക്ക് ഇറങ്ങി കൊടുത്ത മോൻ, ഒന്ന് പുറകിലേക്ക് ഇറങ്ങി കൊടുത്ത്, അങ്ങോട്ട് നീങ്ങരുത് പ്ലീസ്. ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് എല്ലാവരും. നിങ്ങൾ അഴിഞ്ഞു വരരുത്. ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് എല്ലാവരും സ്റ്റെപ്പ് പുറകിലേക്ക്.
പ്രിയമുള്ളവരെ, ഈ മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മളെല്ലാം തന്നെ പ്രതീക്ഷയോടുകൂടി കാത്തുനിന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രിയമുള്ളവരെ, ഈ നാടിന് ഇന്ന് ഒരു ഉത്സവ ദിവസമാണ്. ഈ നാട് കൊതിക്കുന്ന ദിവസമാണ്. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം, കടത്തനാടിനെ സംബന്ധിച്ചിടത്തോളം, വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം അവിസ്മരണീയമാണ്. ഇതുപോലൊരു ദിവസം ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. 70കളിൽ പ്രിയപ്പെട്ട പ്രിയദർശിനി ഇന്ദിരാഗാന്ധി ഈ നാട്ടിലേക്ക് കടന്നു വന്ന ആ ദിനത്തിന് സമാനമായ ഒരു ദിനമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജകുമാരൻ, ലോകത്തിന്റെ രാജകുമാരൻ, ആദർശത്തിന്റെ പ്രതീകമായ രാഹുൽ ഗാന്ധിജി നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നാം ഒക്കെ തന്നെ നാദാപുരത്തുകാർ, നമ്മുടെ നാട്ടുകാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അസംഭാവ്യം എന്ന് പറയുന്ന സംഭവമാണ് നടന്നിട്ടുള്ളത്. ഈ മഹാനായ നേതാവിന്റെ കൂടെ ഒത്തുചേർന്ന നമ്മൾ ഓരോരുത്തരും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഞാനും നിങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. എത്രയോ വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു സംഭവത്തിൽ സന്നിഹിതരായിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാം. ഈ ചരിത്രത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ചെയ്യുകയാണ്. ഈ നാട് അങ്ങേ ഒരിക്കലും മറക്കില്ല. നിങ്ങള് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ നാം ഇന്ന് കൊണ്ട വെയില് പോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭാരത് ജോഡോ യാത്രയിൽ വെയില് കൊണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് വേണ്ടി വെയില് കൊള്ളാൻ എത്ര ദിനരാത്രങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ഒരുക്കമാണെന്ന് ഞങ്ങൾ വാക്കുതരിക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, അങ്ങേക്ക് ഞങ്ങളുടെ എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്നുള്ള ബഹുമാനിയായ KPCCയുടെ ജനറൽ സെക്രട്ടറി, AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാകാരി ജനറൽ സെക്രട്ടറി, ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനം, കേരളത്തിന്റെ ഭാവി വാഗ്ദാനം ബഹുമാനിയായ KC വേണുഗോപാൽ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ മഹാനായ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നില്ല. ഈ നാടിന്റെ അഭിമാനമായ നാദാപുരത്തുകാർക്ക് എന്നും പ്രിയങ്കരനായ ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയായ ഷാഫി പറമ്പിൽ MP, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞതുപോലെ ഈ നാടിന്റെ ചരിത്രം വഴിമാറ്റിയ ബഹുമാന്യനായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ MP അവരുടെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയായ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള സാഹിബ് ഒരു കൈത്തെറ്റ് പോലെ കഴിഞ്ഞത് ബഹുമാന്യായ പാറക്കൽ അബ്ദുള്ള സാഹിബിനെയും KM അഭിജിത്ത്, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി KM അഭിജിത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ആദരണീയ ചെയർമാൻ സുപി നെല്ലിക്കാട്ടി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ നമ്മുടെ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, വളരെ ധൈര്യത്തോടെ വന്നെത്താത്ത എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ച് അറിയുമെന്ന് നമസ്കാരം ചെയ്യുന്നു.
ടീം സ്റ്റേജിനടുത്തേക്ക് എത്തിച്ചേരണം. മെഡിക്കൽ ടീം സ്റ്റേജിനടുത്ത് എത്തിച്ചേരണം. പകുതിയായിട്ടാ പേജിന് എടുത്തല്ലേ? പേജിന് എടുത്തു പോയോ? പേജിന് എടുത്തു. പേജിനാ